ഒരു സിനിമ പിടിക്കണമെങ്കിലേ കോടിക്കണക്കിന് രൂപ വേണ്ടേ? എന്നിട്ടും ആ മനുഷ്യന് അതിൻ്റെ ഒരു അഹങ്കാരേ ഇല്ല. എൻ്റെ മോൻ്റെ വീട് തേടി വന്നില്ലേ. മുരളിയെ സിനിമയിൽ അഭിനയിപ്പിച്ചേ അടങ്ങൂന്നൊരു വാശി. ഇവനാണെങ്കിൽ എനിക്ക് വേണ്ട സാറേ വേണ്ട സാറേ, ഞാൻ ഓട്ടോ ഓടിച്ച് ജീവിച്ചോളാന്നും പറഞ്ഞ് ഒഴിയാൻ നോക്കി. അദ്ദേഹം വിടുവോ? മുരളി തന്നെ അഭിനയിക്കണമെന്നും പറഞ്ഞൊരൊറ്റപ്പിടി. അതെ, പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല. ആ വലിയ പണക്കാരൻ എൻ്റെ മോൻ്റെ കാല് പിടിച്ചു. എന്നിട്ട് ഞാനും വിനീതി ഒരുപാട് നിർബന്ധിച്ചപ്പോൾ അവനങ്ങ് സമ്മതിച്ചു. അപ്പോഴാ എൻ്റെ ഈ 2 കണ്ണും തള്ളിപ്പോണൊരു സംഭവം നടന്നത്. എന്തു പറ്റി? ആ സിനിമ പിടിക്കണ മനുഷ്യൻ അങ്ങേരുടെ പേഴ്സങ്ങോട്ട് തുറന്നു. 1000-ന്റെ ഒരു 10 നോട്ടെടുത്ത് അച്ചാരമായിട്ട് ഇങ്ങോട്ട് തന്നു. 1000-ന്റെ 10 നോട്ടെന്ന് പറയുമ്പോ 10,000 രൂപയാ. എന്റെ ഈശ്വര! അത് തന്നെ, 10,000 രൂപ. ഞാൻ ഇത്തിരി പറയട്ടെടാ. ഞാൻ 2 വർത്താനോട് പറയട്ടെ. അമ്മ എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അയൽവക്കാരോട് പറയുന്നത്? അകത്ത് വരുന്നേ. ആവശ്യമില്ലാത്ത കാര്യം എന്തിനല്ല ഇങ്ങനെ പെരിപ്പിച്ച് പറയുന്നത്? 10,000 രൂപ അഡ്വാൻസ് കിട്ടിയെന്നൊക്കെ പറഞ്ഞ എന്താ പറഞ്ഞാല് അവളുമാരറിയട്ടെ ഈ നാരായണിയുടെ വില. അമ്മേ, അവരിനി 1000-2000 ഒക്കെ കടം ചോദിക്കും. ചോദിച്ചാ തരാൻ മനസ്സില്ലെന്ന് പറയും. ഒന്ന് കുറയ്ക്കാതെ പോടുന്നു. ആ ചെറുക്കന്റെ ഒരു തണ്ടേ. സിനിമയിൽ അഭിനയിക്കുന്നതിന് മുമ്പ് ഇങ്ങനെയാണെങ്കിൽ അഭിനയിച്ചു കഴിഞ്ഞാ എന്തായിരിക്കും സ്ഥിതി? ഇനി ഞാനൊരു കാര്യം തുറന്നങ്ങ് പറയാലോ. അമൃതയും ഹരിസാറിനെ ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ വെച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ പോയാൽ നമ്മുടെ കമ്പനി അദ്ദേഹം മൊത്തമായി എടുത്ത് അമൃതയ്ക്ക് കൊടുക്കും. രാജശേഖർ സാറിനെ അങ്ങേര് മയക്കി കയ്യിലെടുത്തിരിക്കല്ലേ. അതാ എനിക്ക് മനസ്സിലാവാത്തെ. ഡാഡിക്ക് എന്നോടുള്ളതിനേക്കാൾ സ്നേഹം ഹരിയോടാ. അത് തന്നെ ഞാനും പറഞ്ഞുകൊണ്ട് വരുന്നത്. പ്രിയമോള് കൊച്ചുകുട്ടികളെ പോലെ പെരുമാറുന്നത്, എപ്പോഴും പാവക്കുട്ടി എടുത്തോണ്ടാണ് നടക്കുന്നത് എന്നൊക്കെ അച്ഛൻ തന്നെ മകളെ പറ്റി പറയുന്നത് ശരിയാണോ? അതുകൊണ്ടിപ്പോൾ എന്ത് പറ്റി? നമ്മുടെ ശമ്പളം മേടിക്കുന്ന ജോലിക്കാർ പോലും പറയുന്നത് പ്രിയക്കുഞ്ഞിന് വട്ടാണെന്നാ. എനിക്ക് വട്ടൊന്നുമില്ല, ഞാൻ കുട്ടിയല്ല. അന്നൊരു ദിവസം ഹരിയും പറഞ്ഞു ഞാൻ കുട്ടിയെ പോലെയാണ്, ഹരിയെ ഞാനൊരു കളിപ്പാട്ടായിട്ടാണ് കരുതുന്നത് എന്നൊക്കെ. എന്നോട് പറഞ്ഞത് പോട്ടെ, അമൃതയോടും പറഞ്ഞു. ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടു. കണ്ടോ കണ്ടോ, മനസ്സിൽ തരുമ്പെങ്കിലും സ്നേഹം ഉണ്ടെങ്കിൽ ഒരു ഭർത്താവ് ഭാര്യയെ കുറിച്ച് ഇങ്ങനെ പറയൂ? അയാൾക്ക് കുഞ്ഞിനോട് ഒട്ടും സ്നേഹമില്ല, കുഞ്ഞിന്റെ പണത്തിനോടാ സ്നേഹം. അതെങ്ങനെയാ? ഒരു പള്ളിക്കൂടം വാദ്യാരുടെ മോനല്ലേ, പഠിക്കാൻ മിടുക്കനായതുകൊണ്ട് എഞ്ചിനീയറിംഗ് പഠിച്ചു. പക്ഷെ അങ്ങനെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു നല്ല ഷർട്ട് ഇട്ടതും നല്ല ആഹാരം കഴിച്ചതും ഒക്കെ ഈ വീട്ടിൽ വന്നതിന് ശേഷമാ. എന്ത് ചെയ്യാ ഐസക്കങ്കിൾ, ഹരി എന്നോട് കാണിച്ച സ്നേഹമൊക്കെ സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. ഒരു കുഞ്ഞിനെ ഓമനിക്കുന്ന പോലെ ഹരി എന്നെ ലാളിച്ചപ്പോ അതെല്ലാം സത്യമാണെന്ന് ഞാൻ വിചാരിച്ചു. അതെല്ലാം വെറും അഭിനയമല്ലായിരുന്നു. കുഞ്ഞിന്റെ സ്വത്ത് കുറേശ്ശെയായി ചുരണ്ടിയെടുത്ത് അമൃതയ്ക്ക് കൊടുക്കാൻ വേണ്ടി നടത്തിയ നാടകം. എനിക്കറിയാം, പ്രിയമോൾ അമൃതയെക്കാട്ടിൽ മിടിക്കുക. അമൃതയ്ക്ക് ഒരു കമ്പനി നടത്താൻ കഴിവുണ്ടെങ്കിൽ എന്റെ പ്രിയമോൾ വിചാരിച്ച 10 കമ്പനികൾ ഒരേ സമയം നടത്താൻ കഴിയും. വട്ടുപെണ്ണെന്ന് വിളിച്ച് മോളെ കളിയാക്കുന്ന നമ്മുടെ ഓഫീസിലെ ആൾക്കാരെ കൊണ്ട് എനിക്ക് പ്രിയമോളെ മാഡം എന്ന് വിളിപ്പിക്കണം. MD സ്ഥാനം കൂടി മോളങ്ങ് ഏറ്റെടുക്കണം. അപ്പ കമ്പനിയുടെ CMD ആകും. പിന്നെ പൈസ സീ ഫുഡിൽ പ്രിയമോള് വെച്ചതായിരിക്കും നിയമം. പിന്നെ സംശയങ്ങളൊക്കെ തീർത്തു തരാൻ ഈ ഐസക്കങ്കിള് മോളുടെ തൊട്ട് പിറകിലുണ്ടാവും. അതെ, ആ അമൃത എനിക്കൊരു പാഠം പഠിപ്പിക്കണം. അവളുടെ കമ്പനി പൊളിയണം. അവൾ ഹരിയെ വിട്ടു പോണം. പണം ഉള്ളിടത്തല്ലേ സ്നേഹമുള്ളൂ. പണം കിട്ടാതാവുമ്പോ അവളെ തെറ്റിപ്പിരിഞ്ഞോളൂ. അതെ, ഞാൻ തീരുമാനിച്ചു. എന്റെ കമ്പനി ഞാൻ നടത്തും. എന്റെ സ്വത്തിൽ മറ്റാരും തൊടാൻ ഞാൻ സമ്മതിക്കില്ല. അങ്ങനെ തന്നെ വേണം. അതാ ഈ ഐസക്കങ്ങളുടെ ആഗ്രഹം. ഞാൻ പറഞ്ഞില്ലേ, ഒരു നിഴല് പോലെ പ്രിയമോളുടെ പിന്നാലെ ഞാനുണ്ടാവും. മോളാ കസേരയിലോട്ടൊന്ന് ഇരുന്ന് തന്നേച്ചാ മതി. ചെയ്യേണ്ടതൊക്കെ ഐസക്കങ്ങൾ ചെയ്തോളാം. പ്രിയമോൾക്ക് ഒരേ ഒരു ജോലിയേ ഉള്ളൂ, ഐസക്കങ്ങൾ കാണിച്ചു തരുന്ന സ്ഥലത്ത് ഒപ്പിടുക.
ശരിയാ, ഐസക്കങ്ങളിനെ എനിക്ക് വിശ്വാസമാ. അമൃതയ്ക്കെല്ലാം ചെയ്തു കൊടുക്കുന്നത് ആ വിഷ്ണു അല്ലേ? അതുപോലെ എന്നെ ഇവിടെ സഹായിക്കാൻ ഐസക്കങ്ങളുണ്ടല്ലോ. എന്റെ പൊന്നു മോളെ, അതും ഇതും ചേർത്ത് പറയല്ലേ. അതാ വീതം. നമ്മുടെ ബന്ധം അങ്ങനെയാണോ? അച്ഛനും മോളും പോലെയല്ലേ? പരിശുദ്ധം. വേണോ വിച്ചേട്ടാ? എന്റെ മനസ്സിലൊരു സംശയം. വെറുതെ കളിക്കാതെ ഒപ്പിട്ടേ കുഞ്ഞേ. മനസ്സ് പറയുന്നു വേണ്ടാന്ന്. ആ മനസ്സങ്ങനെ പലതും പറയും. അതൊക്കെ കേൾക്കാൻ നിന്നാലേ നമ്മൾ ആകെ വെള്ളത്തിലാവും. ഈ അക്കല്ലില് മനസ്സിന് നല്ല കട്ടിയുണ്ടല്ലോ, ഞാനതങ്ങ് മറന്നു. ദേ, വളരെ സീരിയസ് ആയ കാര്യം പറഞ്ഞുകൊണ്ടൊരു ആവശ്യമില്ലാത്ത കാര്യങ്ങൾ എടുത്തിടരുത്. ഞാനൊരു കാര്യം പറയാം. ഇത് നമ്മളെ സംബന്ധിച്ചും നമ്മുടെ കമ്പനിയെ സംബന്ധിച്ചും വലിയൊരു അച്ചീവ്മെന്റാ. തമിഴ്നാട്ടിൽ 2-3 വർക്ക് കിട്ടിയാൽ നമ്മൾ ജയിച്ചു. ഇതുപോലെ ലച്ചമെന്നൊന്നും പറഞ്ഞല്ല അവരെ ബഡ്ജറ്റ്, കോടിക്കണക്കിനാ. അതുകൊണ്ട് എൻ്റെ പൊന്നു മോള് മര്യാദയ്ക്ക് ഒപ്പ് വെച്ച് വേറെ ജോലി നോക്കി. ആ ഒപ്പിട്ടേ. ഹരിശങ്കറിന്റെ ഭാര്യയോട് ഒന്ന് സംസാരിച്ചിട്ട് പോരെ? എനിക്കിത് കേൾക്കുമ്പോഴാ എന്തിനാ ആ കൊച്ചിനോട് സംസാരിക്കുന്നേ? വെറുതെ ഇരിക്കുന്ന പെങ്കൊച്ചിനെ വിളിച്ച് സംസാരിച്ചാൽ ചിലപ്പോൾ അതിന് സംശയം തോന്നും. വല്ല കാര്യമുണ്ടോ വേലിയിരിക്കുന്ന പാമ്പിനെ വിലയ്ക്ക് വാങ്ങിച്ചിട്ട്? കുഞ്ഞതങ്ങോട്ട് ഒപ്പിടും. എനിക്ക് രാഹുകാലത്തിന് മുമ്പ് ഇതവിടെ കൊണ്ടു കൊടുക്കണം. ഇനി ഐശ്വര്യമായിട്ട് അമ്മച്ചിയുടെയും രവിസാറിന്റെയും മുമ്പിൽ പ്രാർത്ഥിച്ചിട്ട് അതിങ്ങോട്ട് തന്നേക്കാം. ഇതൊരു വലിയ സംഭവമായിരിക്കും നമ്മുടെ ജീവിതത്തിലും ഹരിശങ്കറിന്റെ ജീവിതത്തിലും. അങ്ങനെ പ്രതീക്ഷിക്കാം. പ്രതീക്ഷിക്കാന്നല്ല, അത് ഉറപ്പാ. അമൃത ഒപ്പിട്ടു, ഇനി ഹരിയും കൂടി ഒപ്പിട്ടാൽ. സത്യം പറഞ്ഞാൽ ഇത് തീരുമാനിച്ച ശേഷം വലിയ സമ്മർദ്ദങ്ങളാണ് നിങ്ങൾക്കിത് തരാതിരിക്കാൻ. ഞാൻ പക്ഷേ ഏതായാലും നിശ്ചയിച്ചാണല്ലോ, അതുകൊണ്ട് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഞങ്ങൾക്കും ഇപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ ഇവിടുത്തെ ഒരു പ്രോജക്റ്റ് വേണ്ടാന്ന് വെക്കാൻ പറ്റില്ലല്ലോ. അത് ഞങ്ങളുടെ രാശിയുള്ള പ്രോജക്റ്റാ. ഏതായാലും പ്രശ്നങ്ങളൊക്കെ ഇന്നല്ലെങ്കിൽ നാളെ തീരും. ഓക്കെ, ദാ വാങ്ങിക്കോളൂ. താങ്ക് യു. നിൽക്ക്, ഞാനും കൂടി ഒന്ന് നോക്കട്ടെ. പ്രിയ, നീ എന്താ ഇവിടെ? പ്രതീക്ഷിച്ചില്ലെന്നറിയാം. ഈ മഹത്തായ ചടങ്ങ് ഒന്ന് നേരിൽ കാണാൻ വേണ്ടി വന്നതാ. കാമുകിയുടെ കമ്പനിക്ക് സ്വന്തം കമ്പനിയുടെ വലിയൊരു പ്രോജക്റ്റ് കൊടുക്കുമ്പോ എന്റെ ഭർത്താവിന്റെ മുഖത്തുള്ള സന്തോഷവും അഭിമാനവും പ്രേമവും ഒക്കെ കണ്ടു തന്നെ അറിയണമല്ലോ. പ്രിയ, വീട്ടിൽ പോ. ഞാൻ വീട്ടിൽ പൊക്കോളാം. പക്ഷേ അതിനു മുമ്പ് ഇതൊന്ന് വായിച്ചു നോക്കിട്ട് പോകാം. എന്താ എഴുതി തന്നെന്ന് അറിയണമല്ലോ. എന്റെ കമ്പനി അങ്ങ് മുഴുവൻ കാമുകയ്ക്ക് കൊടുത്തോ, അതോ എനിക്കായിട്ട് എന്തെങ്കിലും ബാക്കി വെച്ചിട്ടുണ്ടോ? ചുമ്മാ അറിഞ്ഞിരിക്കാൻ. ഹോ, അത് ശരി. 4 കോടിയുടെ കൺസ്ട്രക്ഷൻ അപ്പാടെ അങ്ങ് തന്നിരിക്കുക. നാണില്ലല്ലോ മിസ്റ്റർ. അമൃതയെ നിങ്ങൾ വെച്ചോണ്ടിരിക്കുകയെന്ന് ഏതായാലും ഒരു വാർത്തയുണ്ട്. അത് പോരെ, ഭാര്യയും കുടുംബമുള്ള മറ്റുള്ളവർക്കും കൂടി കൂട്ടിക്കൊടുക്കണം. എത്ര കിട്ടും ഇതിന് വരുമാനം? മര്യാദയ്ക്ക് സംസാരിക്കണം. ഇല്ലെങ്കിൽ ഇയാൾ എന്നെ മര്യാദ പഠിപ്പിക്കൂ. അച്ഛനും ഭർത്താവും പഠിപ്പിച്ചില്ലെങ്കിൽ മറ്റുള്ളവർ പഠിപ്പിക്കും. പ്രിയ, പ്ലീസ് വീട്ടിൽ പോവാൻ, ഇല്ലെങ്കിൽ എന്റെ കൺട്രോൾ വിടും. അയ്യോ, കണ്ടില്ലേ, എന്റെ ഭർത്താവിന് വലിയ ദേഷ്യമായി. അപ്പൊ പിന്നെ ഇതുകൂടെ ചെയ്യുമ്പോ എന്തായിരിക്കും ദേഷ്യം? പ്രിയ, എന്തായി കാണിച്ചേ? ഈ വർക്ക് ഇങ്ങനെ നടക്കണ്ട. എന്റെ ഭർത്താവ് ആയതുകൊണ്ടാ ഹരി ഈ കമ്പനിയുടെ MD ആയത്.
അത് മറക്കണ്ട. Oh!